നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ PSC എക്സാം എഴുതാൻ പോകുന്നതുണ്ടെങ്കിൽ ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആദ്യം എടുത്ത് വെച്ച് പഠിക്കുക. കാരണം ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിനുശേഷം സിലബസിലുള്ള ഓരോ സെക്ഷനും കവർ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഓൾറെഡി വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് സിലബസ് ഡിസ്കസ് ചെയ്തതാണ്. കാണാത്തവർക്ക് വേണ്ടി ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഒന്ന് കണ്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഒന്നാമത്തെ ചോദ്യം, സസ്യങ്ങളുടെ വളർച്ച മനസ്സിലാക്കാനുള്ള ഉപകരണം ക്രെസ്കോഗ്രാഫ് കണ്ടുപിടിച്ചതാര്? സസ്യങ്ങളുടെ വളർച്ച മനസ്സിലാക്കാനുള്ള ഉപകരണം ക്രെസ്കോഗ്രാഫ് കണ്ടുപിടിച്ചതാര്? JC ബോസ്. അടുത്ത ചോദ്യം, ക്ലാസിക്കൽ ഭാഷ പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ ഭാഷ? തമിഴ്. അടുത്ത ചോദ്യം, ബിഹു ഏത് സംസ്ഥാനത്തിലെ ഉത്സവമാണ്? ബിഹു ഏത് സംസ്ഥാനത്തിലെ ഉത്സവമാണ്? ആസാം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി? സുഷമ സ്വരാജ്. അടുത്ത ചോദ്യം, ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും ഉയർന്ന സ്കോർ 444 റൺസ് എന്ന റെക്കോർഡ് നേടിയ രാജ്യം? ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും ഉയർന്ന സ്കോർ 444 റൺസ് എന്ന റെക്കോർഡ് നേടിയ രാജ്യം ഏതാണ് എന്നാണ് ചോദ്യം. ഇംഗ്ലണ്ട്. അടുത്ത ചോദ്യം, നിലവിൽ ഗൂഗിൾ CEO ആയ ഇന്ത്യക്കാരൻ? സുന്ദർ പിച്ചായ്. അടുത്ത ചോദ്യം, തുടർച്ചയായി 7 ഒളിമ്പിക്സ് കളിച്ച ആദ്യ ഇന്ത്യൻ ടെന്നീസ് താരം ആരാണ് എന്നാണ് ചോദ്യം. ലിയാണ്ടർ പേസ്. അടുത്ത 8ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത 9ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ മത്സ്യസമ്പത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം? ഗുജറാത്ത്. ഇപ്പോൾ ഗുജറാത്താണ് ഇന്ത്യയിൽ മത്സ്യസമ്പത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. അടുത്ത ചോദ്യം, പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കാനായി കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്നാണ് ചോദ്യം. മാധവ് ഗാഡ്ഗിൽ. അടുത്ത ചോദ്യം, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ? ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ? ഉത്തരായന രേഖ. അടുത്ത ചോദ്യം, 3 വശവും ബംഗ്ലാദേശ് എന്ന രാജ്യത്താൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം? 3 വശവും ബംഗ്ലാദേശ് എന്ന രാജ്യത്താൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം? ത്രിപുര. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം? ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. അടുത്ത ചോദ്യം, ഇന്ത്യൻ നഗരമായ ഭിലായി ഏത് വ്യവസായത്തിൻ്റെ കേന്ദ്രമാണ്? ഇരുമ്പുരുക്ക്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദ്യം. ആന്ധ്ര. അടുത്ത 16ാമത്തെ ചോദ്യം, താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി? ലൂണി. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ധനികൻ ആരാണ്? MA യൂസഫ് അലി. അടുത്ത ചോദ്യം, കൈഗ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? കൈഗ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദ്യം. കർണാടക. അടുത്ത ചോദ്യം, 2011 സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം? 2011 സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം? ബീഹാർ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ സജീവമായ അഗ്നിപർവ്വതം ഏതാണ് എന്നാണ് ചോദ്യം. ബാരൻ ദ്വീപ്.
ബാരൻ ദ്വീപ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ നിന്നും അവസാനമായി പുറത്തുപോയ യൂറോപ്യൻ ശക്തി ഏത് എന്നാണ് ചോദ്യം. ഇന്ത്യയിൽ നിന്നും അവസാനമായി പുറത്തുപോയ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസ്. പോർച്ചുഗീസുകാരാണ് അവസാനമായിട്ട് പുറത്തുപോയ യൂറോപ്യൻ ശക്തി. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ മിസൈലുകൾ, ടാങ്കുകൾ, അന്തർവാഹിനികൾ എന്നിവ വികസിപ്പിച്ചെടുക്കുന്ന ഗവേഷണ സ്ഥാപനം ഏതാണ്? ഇന്ത്യയിൽ മിസൈലുകൾ, ടാങ്കുകൾ, അന്തർവാഹിനികൾ എന്നിവ വികസിപ്പിച്ചെടുക്കുന്ന ഗവേഷണ സ്ഥാപനം ഏതാണെന്നാണ് ചോദ്യം. DRDO. DRDO എന്ന് വെച്ചാൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. അടുത്ത ചോദ്യം, ദേശീയ കായിക ദിനമായി ആചരിക്കുന്ന ഓഗസ്റ്റ് 29 ആരുടെ ജന്മദിനമാണ്? ധ്യാൻചന്ദ്. അടുത്ത 24ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ വിദേശ ബാങ്ക് ചാർട്ടേഡ് ബാങ്ക്. അടുത്ത ചോദ്യം, ദേശീയ ചിഹ്നത്തിൽ സത്യമേവ ജയതേ എന്ന വാക്യം രേഖപ്പെടുത്തിയിട്ടുള്ള ലിപി ഏത്? ദേശീയ ചിഹ്നത്തിൽ സത്യമേവ ജയതേ എന്ന വാക്യം രേഖപ്പെടുത്തിയിട്ടുള്ള ലിപി ഏത് എന്നാണ് ചോദ്യം. ദേവനാഗരി ലിപി. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഇത് ആരുടെ വാക്കുകളാണ്? DS കോത്താരി. അടുത്ത ചോദ്യം, 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ ആരാണ് എന്നാണ് ചോദ്യം. BR അംബേദ്കർ. അടുത്ത ചോദ്യം, ഗദർ എന്ന പഞ്ചാബി വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് ചോദ്യം. വിപ്ലവം. അടുത്ത ചോദ്യം, 1905 ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ആരായിരുന്നു? 1905 ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ആരായിരുന്നു? ഹാർഡിംഗ് പ്രഭു. അടുത്ത ചോദ്യം, ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് എന്നാണ് ചോദ്യം. ആചാര്യ വിനോബ ഭാവെ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം. എത്രയാണ് എന്നാണ് ചോദ്യം. 6. അടുത്ത ചോദ്യം, ദേശീയഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം 52 സെക്കൻഡ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം 22. അടുത്ത ചോദ്യം, തർക്കരഹിത ഇന്ത്യൻ ഭൂപ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? എന്നാണ് ചോദ്യം. കാഞ്ചൻജംഗ. അടുത്ത ചോദ്യം, വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദ്യം. മധ്യപ്രദേശ്. അടുത്ത ചോദ്യം, സ്വാമി വിവേകാനന്ദൻ്റെ യഥാർത്ഥ നാമം, അതായത് യഥാർത്ഥ പേര് എന്താണെന്നാണ് ചോദ്യം. നരേന്ദ്രനാഥ് ദത്ത. അടുത്ത ചോദ്യം, പഞ്ചായത്തി രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? പഞ്ചായത്തി രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ബൽബന്തറായ് മേത്ത. അടുത്ത ചോദ്യം, ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് അനുശാസിക്കുന്ന നിയമം ഏതാണ് എന്നാണ് ചോദ്യം. സേവനാവകാശ നിയമം.
അടുത്ത ചോദ്യം, കുംഭമേള എത്ര വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത്? 12 വർഷം. 12 വർഷത്തിലൊരിക്കലാണ് കുംഭമേള നടക്കുന്നത്. അടുത്ത ചോദ്യം, സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫാസൽ അലി. അടുത്ത ചോദ്യം, കേരളത്തിൽ ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ്? കേരളത്തിൽ ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം ശെന്തുരുണി. അടുത്ത ചോദ്യം, നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് എന്നാണ് ചോദ്യം. കൊച്ചി. അടുത്ത ചോദ്യം, മാരകമായ അസുഖങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി. മാരകമായ അസുഖങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി ഏതാണ് എന്നാണ് ചോദ്യം. താലോലം. അടുത്ത ചോദ്യം, വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന ചിന്തകൻ ആരാണ്? വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന ചിന്തകൻ ആരാണ് എന്നാണ് ചോദ്യം. ചട്ടമ്പി സ്വാമികൾ. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം അവസാനിപ്പിച്ച ഭരണാധികാരി. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം അവസാനിപ്പിച്ച ഭരണാധികാരി ആരാണ് എന്നാണ് ചോദ്യം. റാണി ഗൗരി ലക്ഷ്മി ഭായ്. അടുത്ത ചോദ്യം, കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ഏത്? ആറ്റിങ്ങൽ കലാപം. അടുത്ത ചോദ്യം, പ്രാചീന കാലത്ത് ചൂർണി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി ഏത്? പ്രാചീന കാലത്ത് ചൂർണി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി പെരിയാർ. അടുത്ത ചോദ്യം, കേരള പാനിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? കേരള പാനിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ് എന്നാണ് ചോദ്യം. AR രാജരാജവർമ്മ. അടുത്ത ചോദ്യം, ഇന്ത്യൻ രൂപയുടെ ചിഹ്നം തയ്യാറാക്കിയ വ്യക്തി. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം തയ്യാറാക്കിയ വ്യക്തി ആരാണ്? D. ഉദയകുമാർ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത ജില്ല എറണാകുളം. അടുത്ത ചോദ്യം, ഒന്നാം കേരള മന്ത്രിസഭയിൽ ആകെ അംഗങ്ങളുടെ എണ്ണം 11. അടുത്ത ചോദ്യം, F ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം എന്താണ്? F ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം ഏതാണ് എന്നാണ് ചോദ്യം. ശാസ്താംകോട്ട തടാകം. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ച തീയതി. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ച തീയതി എന്നാണ് ചോദ്യം. 1949 നവംബർ 26. അടുത്ത ചോദ്യം, ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1992. അടുത്ത ചോദ്യം, ₹1 കറൻസി നോട്ടിൽ ഒപ്പിടുന്നതാര്? ₹1 കറൻസി നോട്ടിൽ ഒപ്പിടുന്നതാര്? കേന്ദ്ര ധനകാര്യ സെക്രട്ടറി. അപ്പോൾ കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ആണ് ₹1 കറൻസിയിൽ ഒപ്പിടുന്നത്. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച വ്യക്തി ആര്? ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച വ്യക്തി ആര് എന്നാണ് ചോദ്യം. MV രാഘവൻ. അടുത്ത ചോദ്യം, പ്രത്യക്ഷ രക്ഷാ ദേവസഭ എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? പ്രത്യക്ഷ രക്ഷാ ദേവസഭ എന്ന
പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? കുമാര ഗുരുദേവൻ. അടുത്ത ചോദ്യം, ഹൃദയ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങളുടെ എണ്ണം. ഹൃദയ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങളുടെ എണ്ണം എത്രയാണ് എന്നാണ്? 12. അടുത്ത 59 ചോദ്യം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത 60ാമത്തെ ചോദ്യം, കേരളത്തിൽ നിലവിലുള്ള ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം. കേരളത്തിൽ നിലവിലുള്ള ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ജനറൽ നോളജ്, കറണ്ട് അഫെയർ ആൻഡ് കേരള റിനൈസസ് എന്ന് പറഞ്ഞ സെക്ഷൻ. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് മാത്സും ഉണ്ട്, മെൻ്റൽ എബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇംഗ്ലീഷും മാത്സും നമ്മൾ വെറുതെ പറഞ്ഞു പോയാൽ ഒന്നും മനസ്സിലാവത്തില്ല. അതിനുവേണ്ടി ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അന്നേരം നമ്മളിപ്പം ജനറൽ നോളജ് സെക്ഷനും കറണ്ട് അഫെയറും അതുപോലെ കേരള റിനൈൻസസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ ഇനിയും ഉണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ഒപ്പം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.